Hi, hello, this is me Arunima and welcome back to another video. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് ഡിജിറ്റലായിട്ടാണല്ലേ. അപ്പം ഒരുപാട് ചേഞ്ചസ് വരുന്നൊരു ഫീൽഡാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഡെയിലി ഒരുപാട് അപ്ഡേറ്റുകൾ വരാറുണ്ട്. അപ്പം നമുക്ക് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ തന്നെ ഡെയിലി അതിൻ്റെ ഇൻ്റർഫേസിലൊക്കെ വരുന്ന ഒരുപാട് ചേഞ്ചസ് അല്ലേ. ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട് ഡെയിലി തന്നെ. ഇപ്പം ടിക്ടോക്കിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ടിക്ടോക്ക് ബാൻ ചെയ്തു. അപ്പം ടിക്ടോക്ക് ബാൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളിപ്പം ടിക്ടോക്ക് ആഡ്സ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്ടോക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ആഡും കാര്യങ്ങളൊക്കെ തന്നെ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ടിക്ടോക്ക് ബാൻ ചെയ്തതിന് ശേഷം ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പം നമ്മൾ അതുവരെ ഫോളോ ചെയ്തൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ആ ഒരു ദിവസത്തോടെ നമുക്ക് നിർത്തി വെക്കേണ്ടി വന്നു. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതൊരു കരിയറായി ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാസം മുമ്പോ അല്ലെങ്കിൽ 2 മാസം മുമ്പോ പഠിച്ച കാര്യങ്ങളായിരിക്കില്ല നമ്മളിപ്പം ഒരു 3 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ടോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടി വരും. അപ്പം ഈ ഒരു ട്രാക്കിൽ എത്തിപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പം എന്നോട് ചോദിക്കേണ്ടായി, അതായത് നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് തന്നെ ഒരുപാട് സ്റ്റഫ് ഓൺലൈനായിട്ട് ഒരുപാട് സ്റ്റഫുകൾ ഇപ്പം ഓൺലൈനിലുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട്. അപ്പം അതൊക്കെ ഫോളോ ചെയ്ത് പഠിക്കുന്നതാണോ ഏതാണ് നല്ലതെന്നുള്ളത്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഒരു കാലിബർ അനുസരിച്ചാണ്. ഇപ്പം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ ഒരുപാട് റിസർച്ചൊക്കെ ചെയ്ത് പഠിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെങ്കിൽ നിങ്ങൾ അങ്ങനെ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ ഒരുപാട് തെറ്റുകൾ ഉണ്ടാക്കും. ആ ഒരു തെറ്റുകളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈമില്ല അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല, അങ്ങനെയൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുക. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അവർ അതിൻ്റെ ഒരു മൊഡ്യൂൾ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നോക്കി പഠിക്കാം. അങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ പോലും നമ്മൾ ഈ ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മളിപ്പം ഡെയിലി ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളൊരു ഫീൽഡാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മളിപ്പം ഓൺലൈനായി തന്നെ നിങ്ങൾ ഒരുപാട് സ്റ്റഫുകൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു റെലവൻസി നോക്കേണ്ടതുണ്ട്. അതായത് ഇപ്പം ഒരു 2018 അല്ലെങ്കിൽ 2007 അങ്ങനെയൊക്കെ അത്രയും കൊല്ലം മുമ്പൊക്കെ എഴുതിയിട്ടുള്ള സ്റ്റഫുകളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളത് നോക്കി പഠിക്കുന്നത് നിങ്ങളെ ടൈം വേസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. അപ്പം കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നോക്കി പഠിക്കാൻ നോക്കാം. അതേപോലെ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അവിടെ പഠിച്ച ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുക. അതേപോലെ തന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പുറത്തുനിന്നുള്ള ക്ലയൻസിനൊക്കെ എടുത്തിട്ട് വർക്ക് ചെയ്യുന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, അതേപോലെ തന്നെ അവരുടെ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ആ ഒരു വെബ്സൈറ്റ് അവർക്ക് റാങ്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഗൂഗിൾ സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ഏജൻസി ആണോ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് നിങ്ങൾക്ക് ഓൺലൈനായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ഫ്രീ ആയി നിങ്ങൾക്ക് ഇങ്ങനെ ഓൺലൈൻ സർട്ടിഫിക്കേഷൻസ് എടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് HubSpot അക്കാദമിയുടെ സർട്ടിഫിക്കറ്റ് ആണ്. academy.hubspot.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൽ ആദ്യം തന്നെ സൈനപ്പ് ചെയ്യുക. അതിനുശേഷം അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതേപോലെ SEO ട്രെയിനിങ് കോഴ്സ്, ഇൻബൗണ്ട് മാർക്കറ്റിംഗ്, അതേപോലെ സർട്ടിഫിക്കേഷൻ, കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ അവർ പറയുന്നുണ്ട്. അത് ഓരോന്നിൻ്റെയും ലെസൺസ് എത്രയാണെന്നും അത് എത്ര ടൈം എടുക്കുമെന്നും ഇതിൻ്റെ അത് കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിയുകയാണെങ്കിൽ അതിൽ തന്നെ സ്റ്റാർട്ട് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏതാണോ നിങ്ങൾക്ക് കോഴ്സ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത് വരുന്ന സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ ഗൂഗിൾ അനാലിറ്റിക്സിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൽ analytics.google.com എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് കയറിയാൽ മതി. അതിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊക്കെയാണ് അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ എന്നുണ്ട്. അപ്പം ഗൂഗിൾ അനാലിറ്റിക്സ് ഫോർ ബിഗിനേഴ്സ്, പിന്നെ അഡ്വാൻസ്ഡ് ഗൂഗിൾ അനാലിറ്റിക്സ് അതിൻ്റെത്, പിന്നെ അതേപോലെ ടാഗ് മാനേജറിൻ്റെ കോഴ്സ് ഉണ്ട്. അപ്പം ഇത് ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു അതിൻ്റെ വീഡിയോസ് ഉണ്ടാവും. ജസ്റ്റ് ആ വീഡിയോസ് ഒന്ന് കാണുക. അതിനുശേഷം അവരുടെ കോഴ്സിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കാവുന്നതാണ്. മൂന്നാമത് വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൽ ഇതേപോലെ തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ട് കോഴ്സ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ കോഴ്സുകളിലേക്ക് പോകും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. കാരണം സർട്ടിഫിക്കറ്റിൽ നിങ്ങളെ പേര് വരേണ്ടതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കോഴ്സിൻ്റെ ആദ്യം തന്നെ അതിൻ്റെ മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരും. അതിൻ്റെ ലെസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നാലാമത് വരുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ആണ്.
മൈക്രോസോഫ്റ്റ് അഡ്വർടൈസിങ് കോഴ്സ് ഉണ്ട്. ഇതും ഇതേപോലെ തന്നെ ജസ്റ്റ് സൈനപ്പ് ചെയ്യുക, അതിനുശേഷം കോഴ്സ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമത് വരുന്നത് ഫേസ്ബുക്കിൻ്റെ ബ്ലൂ പ്രിൻറ്റ് സർട്ടിഫിക്കേഷൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ആഡ്സും അതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതലും. എന്താണ് ബ്ലൂ പ്രിൻറ്റ് സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓരോ സർട്ടിഫിക്കേറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് അവർ പറയുന്നുണ്ട്. ഇതോരോന്നും നിങ്ങൾക്ക് ലേൺ മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം അവർ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ഡിജിറ്റൽ ബാഡ്ജ് നിങ്ങൾക്ക് തരും. ആ ഒരു ബാഡ്ജ് നിങ്ങൾക്ക് ഇമെയിലിൽ ഒക്കെ യൂസ് ചെയ്യാം. ഇമെയിലിൽ അതേപോലെ തന്നെ CV യിൽ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൽ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്.